street, feeling raindrops fall, drenched in memories that calling me to recall. Every drop a reminder of the love that's washed. Hello, welcome to another day of my life. ആക്ച്വലി സൈക്ലോൺ ഡേയ്സ് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര പേടിയോടെ 3 ദിവസം കഴിഞ്ഞു പോയതാണ്. ഭയങ്കര ഇരുട്ടാണ്, വീട്ടിനകത്ത് ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. പവർ ജനറേറ്റർ ആണ്, പവറൊന്നുമില്ല. ഭയങ്കര കാറ്റാണ് പുറത്ത്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ അൺഇമാജിനബിൾ ആണ്. ഭയങ്കര സൗണ്ടും. ടു 2014 മുതൽ നമ്മൾ കാണുന്നതാണ് ഫ്ലഡ്. പക്ഷേ ഇത്ര വലിയൊരു കാറ്റ് ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയുമാണ്. അത്രയ്ക്കും ഭയങ്കരമായ സൗണ്ടായി, ഭയാനകമായ ഒരു സൗണ്ടായിരുന്നു. പവറില്ല, ഓൺലൈൻ ഡെലിവറി ഇല്ല, അങ്ങനെ ചുമ്മാ ഇരുന്ന കുറേ ദിവസങ്ങൾ. അപ്പൊ സ്വിച്ച് ഓഫ് ആയി പോകുന്നതിന് വിളിച്ചോ? അവിടെ അവർ ഫോണിൽ സംസാരിക്കുന്നത് ഇരുന്ന് കേട്ട് രസിക്കുന്ന ഞാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? മറ്റുള്ളവർ ഫോണിൽ സംസാരിക്കുന്ന കേൾക്കുന്ന ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ അവർ പറയുന്നതൊക്കെ ജോക്കായിട്ട് കേട്ട് നോക്കും. കാറ്റ് കുറച്ച് കുറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെയും ഭയങ്കര കാറ്റ് തുടങ്ങി. ഒരു 5 മിനിറ്റ് സസ്റ്റെയിൻ ആകും, പിന്നെയും ഭയങ്കര കാറ്റായിട്ടങ്ങ് വരും. ഐ തിങ്ക് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും കുറച്ച് കുറയും, പിന്നെ വീണ്ടും വന്നതിനേക്കാൾ 4 ഇരട്ടി സൗണ്ടിലും ഒരു വിസിലിംഗ് സൗണ്ടും മദർ എർത്തിന് നമ്മളോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലത്തെ സൗണ്ടിലും ഒക്കെയാണ് കാറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. പേടിയാവും, നമ്മുടെ 11th ഫ്ലോർ താഴെ വീഴുമോ എന്ന്. ഇടയ്ക്ക് കുറച്ച് മഴയൊക്കെ പെയ്തു. നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് എല്ലാം ക്ലോസ് ചെയ്ത് നോക്കിയാൽ അത്ര സൗണ്ടില്ല. വീണ്ടും തുടങ്ങി. ഇടയ്ക്കൊന്ന് കുറയും കുറച്ച് നേരത്തേക്ക്, ഒരു 5 മിനിറ്റ്, അതർവൈസ് ഒരു 4 മിനിറ്റ്. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വന്നതിനേക്കാൾ ശക്തിയായിട്ടങ്ങ് കാറ്റടിക്കുക ചെയ്യുക.
മനസ്സിലൊരു പ്രാർത്ഥനയുള്ളൂ, ഫ്ലഡ് വരരുത്. കാറ്റ് നമുക്ക് അത്ര പേടി തോന്നി, പക്ഷേ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് നല്ല ടീയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിന്ന് എനിക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് ചൂട് താങ്ങാൻ പറ്റാത്ത ഒരാളാണ്. വീണ്ടും തുടങ്ങി. കാലിൽ സോക്സൊക്കെ ഇട്ട് സ്വെറ്ററൊക്കെ ഇട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത്രയ്ക്കും തണുപ്പാണ്. രാത്രിയായപ്പോൾ മഴയും കാറ്റും ഒരുപോലെ ഉണ്ടായിരുന്നു. കുറേ രാത്രി ഇങ്ങനെ വെളുപ്പാങ്കാലമൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് കാറ്റിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞ് മഴയൊക്കെ കുറഞ്ഞ് ഒരു നോർമൽ ആയ പോലെ തോന്നി. സമാധാനം തോന്നി. കഴിഞ്ഞല്ലോ, ന്യൂസ് നോക്കിയപ്പോൾ കര കടന്നു എന്നുള്ള ന്യൂസ് കണ്ടതുകൊണ്ട് ഒരു സന്തോഷം തോന്നി. പേടിച്ചെങ്കിലും 3 ദിവസം കണ്ടിന്യൂസ് പേടിയോടെ ഇരുന്നു. ഇതായിരുന്നു രാത്രിയിലുണ്ടായിരുന്ന ആ മഴയുടെ ഒരു ദൃശ്യം. അവിടെ പോയി തന്നെ മഴയത്ത് 3 ദിവസം അകത്തിരുന്നതിൻ്റെ വിഷമം തീർക്കാനായിട്ട് പുറത്തിറങ്ങി. ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി. എൻ്റെ പല്ലിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു ഫ്രീ ആണ്, വരൂ നമുക്ക് നോക്കാം ചെയ്യാമെന്ന് പറഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് ട്രാഫിക്. എനിക്കൊന്ന് ഫ്ലഡ് പേടിച്ച് പോയവരൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും ട്രാഫിക്. സ്റ്റോപ്ഡ് കാർസ്. മഴയത്ത് കൊണ്ടിട്ടൊന്നും ആണെന്ന് എനിക്ക് തോന്നില്ല. വെയിൽസിലെ ഫംഗ്ഷനൊന്നും ആളുകളെ. അങ്ങനെ ഡോക്ടറെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് ആ ഒരു ജസ്റ്റ് ഒരു ഏരിയയിലേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഏതോ സ്കൂളിൻ്റെ ആനുവൽ ഡേ നടക്കുന്നത് കൊണ്ട് അത്ര ട്രാഫിക്. സൈക്ലോണിൻ്റെ നെക്സ്റ്റ് ഡേയ്സ് തന്നെ ട്രാഫിക് അഗെയിൻ ഒരു സിഗ്നൽ വന്നപ്പോൾ വീണ്ടും ട്രാഫിക്. എന്താ പറയണ്ടേ, ട്രാഫിക്കിൽ ഹോൺ അടിക്കുന്നതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നിയിട്ടുള്ളത്. ട്രാഫിക്കാണെന്ന് നമുക്കറിയാം, ഹോൺ അടിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനാണെന്ന് എനിക്കറിയത്തില്ല. ഹോൺ അടിക്കുമ്പോൾ ഡീസൽ തീരുന്ന പോലെ പെട്രോൾ തീരുന്ന പോലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കും. അങ്ങനെ ഡോക്ടറെ അടുത്തെത്തി. പല്ലിൻ്റെ ഗ്യാപ്പ് കാരണം ഞാൻ കുറച്ച് സഫർ ചെയ്തിരുന്നു. ഇതാണ് ഗ്യാപ്പ്, നല്ലവണ്ണം ഗ്യാപ്പ് വരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ പെന്നിട്ട് കുത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. സോ ഇത് ഞാൻ ഒരു 2 years 3 years ബിഫോർ ഫില്ല് ചെയ്താണ്. അത് വീണു. ഫില്ല് ചെയ്യാൻ താമസിച്ചു പോയി. ഫില്ല് ചെയ്ത് കഴിഞ്ഞുള്ളത് ഇങ്ങനെയാണ്. சரி ஓகே மேடம், பார்த்துக்கிறேன். நான் எனக்கு போட்டோம். சோனியா അവിടെ നിന്ന് തിരിച്ച് നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം മഴയായതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയാവുന്ന ഒരു ആൻറ്റി ഉണ്ട് ഇവിടെ. പുള്ളിക്കാരിയുടെ കടയിൽ നിന്ന് ഞാൻ നാട്ടിലെ നൊസ്റ്റാൾജിയ പിടിച്ച സാധനങ്ങൾ, ചക്ക വരട്ടി അല്ലെങ്കിൽ ബീഫ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, നല്ല എലൈറ്റിൻ്റെ കേക്ക്, പ്ലം കേക്കൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയാണ്. പുള്ളിക്കാരി ഞാനുമായിട്ട് കുറേ നാളുകളായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ്. സോ അവിടെ ചെന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ ഈ ചോക്ലേറ്റ് വാങ്ങിച്ചു. കാരണം മര്യാദയ്ക്ക് രാവിലെയൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല. എന്നോട് ലിക്വിഡ് അല്ലാതെ ഒന്നും കഴിക്കരുത് ദിവസത്തേക്കെന്ന് പറഞ്ഞ കാരണം ചോക്ലേറ്റ് ഐ ക്യാൻ ചൂസ്. സോ ഞാനത് വാങ്ങിച്ചു. സാൽമൺ ഉണ്ടോ ഇവിടെ? സാൽമൺ. ഓക്കെ. ഇത് ബാസ ഫിഷാ? ബാസ. ഓ, ഓട്സ്. തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ആയി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയില്ലല്ലോ രാവിലെ സൈക്ലോൺ കഴിഞ്ഞ് റോഡൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കുന്നു. ഡോക്ടർ
പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഓക്കെ ചെയ്യാം. ഞാൻ അതിന് മുന്നേ ഒരു ദിവസം വിളിച്ച് ചോദിച്ചിരുന്നു. ഈ ഡോക്ടറെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഈ മേളിൽ കാണുന്നത്, ബ്രിഡ്ജ് കാണുന്നത് മെട്രോയുടെ ട്രാക്കാണ് കേട്ടോ. സോ ഈ ഒരു പ്ലേസിലാണ് നമുക്ക് റോഡ് ട്രാഫിക്, റെയിൽ ആൻഡ് എയർ ട്രാഫിക് ഒരേപോലെ കാണാവുന്ന ഒരു സ്ഥലം. ഇപ്പം റോഡെല്ലാം ഒന്ന് നന്നാക്കിയതേ ഉള്ളൂ. മഴ കാരണം എവിടെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. കുറച്ചൊക്കെ റോഡ് പൊളിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി 2 ഡേയ്സിൽ വീട്ടിൽ തന്നെയായിരിക്കും, വേറെ പണിയൊന്നും കാണത്തില്ല. സോ ഈവനിങ് ആയി. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ പൂജ കാര്യങ്ങളിലേക്ക് പോയി. ഞാൻ എന്നും ഇവിടെ മാർഗഴി മാസമായതുകൊണ്ട് വാതിക്കൽ എന്നും വിളക്ക് വയ്ക്കും. ഞാനല്ലേ തന്നെ വാതിക്കൽ എന്നും കുറച്ച് പൂക്കളും വിളക്കും വയ്ക്കാണ്. കാരണം കയറി വരുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനം കിട്ടും. എനിക്കിതൊക്കെ കാണുന്നത് എസ്തെറ്റിക്കലി ഭയങ്കര ഇഷ്ടമാണ്. റിലീജിയസ്ലിയും എനിക്ക് ബിലീഫുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനും ആരെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അത് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം എനിക്കൊരു വാട്ടിക്കോൾ പീസ് തരും, ഇന്നർ പീസ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. സന്തോഷം, സമാധാനം, പൈസ, ഇന്നർ പീസ്. അതിന് എന്തൊക്കെ വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. സോ പ്രാർത്ഥന ഒരു നല്ല തെറാപ്പി തന്നെയാണ്. അത് ഏത് വിധത്തിലുമാകാം, ഏത് മതത്തിലുമാകാം, നമുക്ക് കുഴപ്പമില്ല. സോ ഇത് ഗാർഡനാണ്, ബാൽക്കണി ഗാർഡൻ. നിങ്ങളൊക്കെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഇവിടെയും ഞാൻ ഒരു വിളക്ക് വയ്ക്കും. അത് അപ്പുറത്തെ ആൻറ്റി പറഞ്ഞു തന്നതാണ്. ബുദ്ധന് ഓൾവേസ് വയ്ക്കും. പിന്നെ മുല്ലപ്പൂ കുറച്ചേ ഇന്ന് പറിച്ചുള്ളൂ.